ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ മത്സരാർത്ഥികളായി എത്തി സൗഹൃദത്തിലായവരാണ് നടനായ ഗബ്രി ജോസും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫറും. ഇരുവരും ബിഗ് ബോസിലായിരുന്നപ്പോൾ കോംബോ ആയാണ് ഹൗസിൽ നിന്നതും നിലപാടുകൾ പറഞ്ഞതും ഗെയിം കളിച്ചതുമെല്ലാം. എന്നാൽ അന്ന് ഇരുവർക്കും ലഭിച്ചതേറെ വിമർശനങ്ങളായിരുന്നു. അതിന് കാരണം വിവാഹ നിശ്ചയം കഴിഞ്ഞ ജാസ്മിൻ ഗബ്രിയുമായി അടുത്ത് ഇടപഴകുന്നു, ക്ലാരിറ്റി ഇല്ലാത്ത റിലേഷൻഷിപ്പുമായി മുന്നോട്ട് പോകുന്നുവെന്നായിരുന്നു. ഗബ്രിയുമായുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ ജാസ്മിന് വിമർശകർ കൂടിയതിനാൽ ഷോ ഗ്രാൻഡ് ഫിനാലെ എത്തിയപ്പോൾ വോട്ട് കുറഞ്ഞ് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ജാസ്മിനുമായി ഗബ്രി അടുത്തപ്പോൾ ഇരുവരും ഹൗസിൽ നിലനിൽക്കാൻ വേണ്ടി ലവ് കോംബോ കളിക്കുകയാണെന്ന ആക്ഷേപമുണ്ടായിരുന്നു. ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുമെന്ന് ഒരു വിഭാഗം ബിഗ് ബോസ് ഷോ ആരാധകർ പ്രവചിച്ചിരുന്നു. എന്നാൽ സംഭവിച്ചതെല്ലാം മറിച്ചായിരുന്നു. ജാസ്മിനെ സൈബർ ആക്രമണത്തിന് വിട്ടുകൊടുക്കാതെ ഏറ്റവും നല്ല സുഹൃത്തായി ഗബ്രി ഹൗസിൽ ഉള്ളതുപോലെ തന്നെ പുറത്തും നിലകൊണ്ടു. ജാസ്മിൻ മാത്രമല്ല, ഇപ്പോൾ ഗബ്രിയും ഒരു കുട്ടി യൂട്യൂബറാണ്. ചാനൽ തുടങ്ങി വളരെ വൈകാതെ തന്നെ 1 ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സിനെയും ഗബ്രി സ്വന്തമാക്കി കഴിഞ്ഞു. ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം ലൈംലൈറ്റിൽ സജീവമായതിനാൽ ജാസ്മിൻ ഇപ്പോൾ സ്വന്തം നാട്ടിൽ നിന്നും മാറി കൊച്ചിയിൽ ഫ്ലാറ്റ് എടുത്താണ് താമസം. മാത്രമല്ല, ഗബ്രിക്കൊപ്പം നിരന്തരമായി യാത്രകളും നടത്തുന്നുണ്ട്. അത്തരത്തിൽ ഇരുവരും ഇപ്പോഴും യാത്രയിലാണ്. പഞ്ചാബിലാണ് ഇരുവരും ഇപ്പോൾ ഉള്ളത്. ഗബ്രിയുടെ സുഹൃത്തിൻ്റെ വിവാഹമാണ് ഈ വരുന്ന 6-ാം തീയതി. ജയ്പൂരിൽ വെച്ചാണ് ചടങ്ങുകൾ നടക്കുന്നത്. അതിൽ പങ്കെടുക്കാനായി പോകുന്ന യാത്രയിൽ ജാസ്മിനെയും ഗബ്രി ഒപ്പം കൂട്ടി. ലോക പ്രശസ്തമായ സുവർണക്ഷേത്രം സന്ദർശിക്കണമെന്നത് ഗബ്രിയുടെ വളരെ വർഷങ്ങളുള്ള ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം സഫലമാക്കുന്നതിനായി ജയ്പൂർ യാത്രാമധ്യേ ഇരുവരും അമൃതസറിൽ ഇറങ്ങി. സുവർണക്ഷേത്രവും അതിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ജാലിയൻ വാലാബാഗ് സ്മാരകവും സന്ദർശിച്ചതിൻ്റെ വിശേഷങ്ങളാണ് ജാസ്മിൻ്റെ ചാനലിലൂടെ പുറത്തുവിട്ട പുതിയ വ്ലോഗ് വീഡിയോയിൽ ഇരുവരും പങ്കുവച്ചിരിക്കുന്നത്. സുവർണക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരു ഹോട്ടലിലാണ് ഇരുവരും താമസിച്ചത്. സുവർണക്ഷേത്രവും പരിസരവും എപ്പോഴും മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രതീതിയാണ്. അത് മഞ്ഞല്ല, പൊല്യൂഷനാണെന്ന് പിന്നീടാണ് ഇരുവരും തിരിച്ചറിഞ്ഞത്. സുവർണക്ഷേത്രം സന്ദർശിച്ചത് വളരെ നല്ലൊരു അനുഭവമായി തോന്നിയെന്നും ഇരുവരും പറഞ്ഞു. അതിനിടയിൽ ഗബ്രിക്കൊപ്പമുള്ള യാത്രയിൽ ചില രസകരമായ കാര്യങ്ങളും ജാസ്മിൻ പങ്കുവയ്ക്കുന്നു. സുവർണക്ഷേത്രം പ്രശസ്തമായ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. താൻ ഗബ്രിയുടെ സമീപത്തു നിന്നും മാറിപ്പോകുന്നുവെന്ന് തോന്നുമ്പോൾ ഗബ്രി വഴക്ക് പറയുമെന്നും, എന്നാൽ അടുത്ത് ചേർന്ന് നടന്നാൽ ആളുകൾ ശ്രദ്ധിക്കുന്നുവെന്ന് പറഞ്ഞ് അപ്പോഴും വഴക്ക് പറയുകയും മുഖം വീർപ്പിക്കുകയും ചെയ്യുമെന്നും ജാസ്മിൻ പറയുന്നു. ഗബ്രിയുടെ പെരുമാറ്റം കാണുമ്പോൾ തനിക്ക് ചിലപ്പോഴൊക്കെ ദേഷ്യം വരുമെന്നും ജാസ്മിൻ പറയുന്നു. വെളുത്ത ചുരിദാറിൽ അതീവ സുന്ദരിയായി ആണ് വീഡിയോയിൽ ജാസ്മിൻ പ്രത്യക്ഷപ്പെട്ടത്. വെളുത്ത നിറത്തിലുള്ള കുർത്ത ഷർട്ടായിരുന്നു ഗബ്രിയുടെ വേഷം. അടുത്തിടെ ഇരുവരും മേഘാലയ ട്രിപ്പ് നടത്തിയതും വൈറലായിരുന്നു. ഗബ്രിക്കൊപ്പം കൂടിയതോടെയാണ് ജാസ്മിൻ നീണ്ട യാത്രകൾ ചെയ്തു തുടങ്ങിയത്. എന്നാൽ രണ്ടുപേരും തങ്ങളുടെ ബന്ധത്തിൽ ഉറച്ചു തന്നെ നിന്നു. പ്രണയമാണോ എന്ന ചോദ്യത്തിന് ഇരുവരും ഇപ്പോഴും വ്യക്തമായ മറുപടി ഇതുവരെ നൽകിയിട്ടില്ല. ഈ വീഡിയോ കണ്ട നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് കമൻറ്റുമായി എത്തുന്നത്. ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ജാസ്മിൻ ഗബ്രിയെ തേക്കുമെന്ന്, ഗബ്രി ജാസ്മിനെ തേക്കുമെന്നും പറഞ്ഞവരൊക്കെ ഇത് കാണുന്നില്ലേ, അവർ വളരെ മനോഹരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഭൂരിഭാഗവും അഭിപ്രായപ്പെടുന്നത്. അടുത്തിടെയാണ് ജാസ്മിൻ്റെ പിറന്നാൾ കഴിഞ്ഞത്. ഗബ്രി സർപ്രൈസായി വലിയൊരു ബർത്ത്ഡേ പാർട്ടി തന്നെ ഒരുക്കിയിരുന്നു. ബിഗ് ബോസ് താരങ്ങളായ സായി, സിജോ എന്നിവരൊക്കെ എത്തിയിരുന്നു. മുൻപ് ഉണ്ടായിരുന്ന വിമർശനങ്ങളൊക്കെ ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. ബിഗ് ബോസിനകത്ത് വെച്ചുണ്ടായിരുന്ന സൗഹൃദത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല, ഒന്നുകൂടി ശക്തമാവുകയാണ് ചെയ്തതെന്ന് ഇപ്പോൾ ആരാധകർ പറയുന്നത്. ഇരുവരും വിവാഹം കഴിക്കണമെന്ന ആഗ്രഹവും ആരാധകർ പങ്കുവെക്കുന്നു. ഗബ്രി എല്ലാ കാര്യങ്ങളിലും ജാസ്മിന് പിന്തുണയായി എന്നും ഒപ്പം ഉണ്ടാകുന്നുണ്ട്. എന്നും ഇരുവരും ഒന്നിച്ച് ഉണ്ടായിരുന്നു എങ്കിലെന്നാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത്.